2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണ ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അഹാനയും ഇഷാനിയൊക്കെ എല്ലാവരും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ വിഷമമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു. അവർക്ക് കമൻറ്റിലൂടെയൊക്കെ ആൾക്കാർ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ കമൻറ്റ്സ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വ്യക്തി സിന്ധു കൃഷ്ണ ഇട്ട പോസ്റ്റിന് താഴെ വന്നിട്ട് നിങ്ങൾക്ക് അടുത്ത കണ്ടൻ്റ് ആയല്ലോ, ഇനിയിപ്പോൾ ഓരോ വീഡിയോസായിട്ട് ഇടാൻ പറ്റുമല്ലോ, എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ഇടാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് സിന്ധു കൃഷ്ണയെ കളിയാക്കിക്കൊണ്ടൊക്കെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് അഹാന കൃഷ്ണ വന്നൊരു കമൻറ്റ് ഇട്ടേക്കുവാണ്, നിങ്ങളെപ്പോലുള്ളവരൊന്നും ഞാൻ മേലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ പോകണമെങ്കിലും ചെറിയ ഒരു വാല്യൂ എങ്കിലും നിങ്ങൾക്കുണ്ടാവണം. അങ്ങനത്തെ ഒരു വാല്യൂ നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു റിപ്ലൈ ഉണ്ടെങ്കിൽ അഹാന കൃഷ്ണ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ആൾക്കാർ സപ്പോർട്ടായിട്ട് കുറേയധികം പേര് കമൻറ്റ് താഴെയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു.